അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സത്യത്തെ ആർക്കും മറച്ചു വയ്ക്കാനോ അതിനെ മാറ്റിയിട്ട് വേറൊരു കാര്യം അതിന് പകരമായി എഴുതി പിടിപ്പിച്ചിട്ട് അതിനെ സ്ഥാപിക്കാനോ സാധിക്കില്ല. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് മുമ്പ് തന്നെ, ക്രൂശീകരണ സമയത്ത് തന്നെ, ഇവൻ കേവലം യഹൂദന്മാരുടെ രാജാവല്ല, കൈസറിന് തുല്യനായ യഥാർത്ഥ ദൈവപുത്രനായിരിക്കുന്ന ഈ ഭൂമിയുടെ മുഴുവനും രാജാവാണ്, ലോകരക്ഷിതാവാണ് എന്ന് റോമൻ കൈസറുടെ വായക്കൂടെ തന്നെ, അല്ലെങ്കിൽ റോമൻ ശതാധിപൻ്റെ വായക്കൂടെ തന്നെ ദൈവം പറയിപ്പിക്കുകയാണ്. അപ്പോൾ പീലാത്തോസ് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. പീലാത്തോസ് അവൻ്റെ റെസ്പോൺസിബിലിറ്റി ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു. പീലാത്തോസ് അവനെ തന്നെ നീതീകരിക്കാനായിട്ട് ശ്രമിച്ചു. പീലാത്തോസ് യഹൂദന്മാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി വെച്ചിട്ട് യഹൂദന്മാരുടെ മുകളിലേക്ക് എല്ലാ ചുമതലയും ബുദ്ധിപൂർവമായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാലും പീലാത്തോസിൻ്റെ അതേ വംശത്തിൽപ്പെട്ട റോമൻ ശതാധിപനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു, ഇവൻ ദൈവപുത്രൻ. അപ്പോൾ അങ്ങനെ